രഞ്ജിത്ത്, ഇപ്പോൾ മണിപ്പൂർ അടക്കമുള്ള നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ പക്കലുണ്ട്. മണിപ്പൂരിൽ പലയിടത്തും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മീത്തേ വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പുള്ളത്. എന്താണ് സംഭവിച്ചത്? അതായത് മണിപ്പൂരിൽ രണ്ടിടത്താണ് സംഘർഷമുണ്ടായത്. ഇതിൽ ആദ്യം സംഘർഷമുണ്ടായത് വിഷ്ണുപൂരിലാണ്. വിഷ്ണുപൂരിൽ ഈ ബൂത്ത് പിടിച്ചടക്കാൻ ഈ ആയുധധാരികളായ അക്രമകാരികൾ എത്തുകയായിരുന്നു. ഇവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. അതിന് പിന്നാലെ ഈ അക്രമകാരികൾ പിന്തിരിയുകയായിരുന്നു. ഇതിന് പിന്നാലെ സംഘർഷമുണ്ടായത് ഇംഫാൽ ഈസ്റ്റിലാണ്. അവിടെയും സമാനമായ രീതിയിൽ ഈ അക്രമകാരികൾ ആയുധവുമായാണ് ഈ ബൂത്തിലെത്തിയത്. അവിടെയും ബൂത്ത് പിടിക്കാനുള്ള ശ്രമമാണ് നടന്നത്. അവിടെ സുരക്ഷാസേനയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുമായി ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയും പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചതിന് പിന്നാലെ ഇവർ പിന്തിരിഞ്ഞു. പക്ഷേ ഈ പോലീസുമായുള്ള ഈ സംഘർഷത്തിൽ അവിടെ EVM മെഷീനുകൾ ഈ അക്രമകാരികൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സംഘർഷത്തെ തുടർന്ന് 2 സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് അല്പനേരം നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അല്പസമയം മുമ്പാണ് ഇരു സ്ഥലങ്ങളിലും വോട്ടെടുപ്പ് പുനരാരംഭിച്ചത്. ഇപ്പോൾ ഈ പ്രധാന സ്ഥലങ്ങളിൽ, ഈ സംഘർഷമുണ്ടായ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുള്ളത്. ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു എങ്കിലും ഭേദപ്പെട്ട ഒരു പോളിംഗ് തന്നെയാണ് മണിപ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്ന 2 മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തുന്നത്. ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം 30% മുകളിൽ ഈ മണിപ്പൂരിലെ 2 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നു എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലെ കാര്യം പരിശോധിക്കുമ്പോൾ മിസോറാമിലും സമാനമായ രീതിയിൽ ഭേദപ്പെട്ട രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തുന്നു. രാവിലെ ഈ വോട്ടെടുപ്പ് ആരംഭിക്കുന്ന 7 മണിക്ക് ഈ മിസോറാമിലെ പോളിംഗ് ബൂത്തുകളൊക്കെ സജീവമായിരുന്നില്ല. എന്നാൽ ഏകദേശം ഒരു 9-10 മണിയോടുകൂടിയാണ് പോളിംഗ് ബൂത്തുകളൊക്കെ സജീവമായത്. പിന്നീട് കൂടുതൽ സജീവമാകുന്ന ഒരു സാഹചര്യം, അത്തരത്തിലൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. നിലവിൽ 30% മുകളിൽ പോളിംഗ് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അസമിലേക്ക് വരുമ്പോഴും അസമിലും ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ്. അവിടെ 31% മുകളിൽ ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ത്രിപുരയിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. 35% മുകളിലാണ് ഇപ്പോൾ ത്രിപുരയിൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ഒപ്പം മറ്റ് ആൻഡമാനിലെ പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ അവിടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി പോളിംഗ് ശതമാനം കുറവാണ്. അവിടെ 23% മുകളിലാണ് ഉച്ചവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് രേഖപ്പെടുത്തുന്നത്. സിക്കിമിലേക്ക് വന്നാൽ സിക്കിമിൽ 22% മുകളിലാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ലക്ഷദ്വീപിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്നത്. ഈ വോട്ടെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ ദ്വീപിലെ പോളിംഗ് ബൂത്തുകളൊക്കെ സജീവമായിരുന്നില്ല. എന്നാൽ കൂടുതൽ സജീവമാകുന്നൊരു കാഴ്ചയും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. നിലവിൽ 17% പോളിംഗ് മാത്രമാണ് ലക്ഷദ്വീപിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അർജുൻ കല്യാട് പുതുച്ചേരി മാഹി വിവരങ്ങളുമായി. അർജുൻ, ഈ രണ്ടിടത്തെയും പോളിംഗ് ശതമാനം എങ്ങനെയാണ്? സ്മൃതി, പുതുച്ചേരിയിലും മാഹിയിലും പോളിംഗ് ഭേദപ്പെട്ട നിലയിൽ തന്നെ തുടരുകയാണ്. മാഹിയിൽ ഇപ്പോൾ ശരാശരി 34% മുകളിൽ പോളിംഗ് കടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരം. പുതുച്ചേരിയിൽ 35% തന്നെ പോളിംഗ് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം വലിയ തോതിൽ ആൾക്കൂട്ടമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ഒറ്റമായും കൂട്ടമായും ഒക്കെ വോട്ട് ചെയ്യാൻ എത്തുകയും അതിനുശേഷം അവർ വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും മാഹിയിലും പുതുച്ചേരിയിലും എല്ലാം തന്നെ തുടരുന്നത്. പുതുച്ചേരിയിലെ 967 ബൂത്തുകളിലും സമാനമായ രീതിയിൽ തന്നെ എവിടെയും അങ്ങനെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളോ അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആകെ 2 ഇടങ്ങളിൽ മാത്രമാണ് EVM മെഷീനുകൾ ചെറിയ തോതിലെങ്കിലും പണിമുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചുകൊണ്ട് പുതിയ മെഷീനുകൾ അവിടെ പുനഃക്രമീകരിച്ച് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കാമരാജ് നഗറിലും അതുപോലെ തന്നെ വീരാംപട്ടണത്തുമാണ് ഇത്തരത്തിൽ EVM മെഷീനുകൾ പണിമുടക്കിയിട്ടുള്ളത്. പ്രധാനമായും നിലവിലെ മുഖ്യമന്ത്രി N രംഗസ്വാമി, അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നമശിവായം, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വൈദ്യലിംഗം തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. വാശിയേറിയ പോരാട്ടം തന്നെയായിരുന്നു പുതുച്ചേരിയിലെല്ലാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം കാണാൻ വേണ്ടി കഴിഞ്ഞത്. എന്നാൽ അത്രയധികം ആവേശത്തിലല്ല വോട്ടെടുപ്പ് എന്ന രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 68% മാഹിയിലെ പോളിംഗ്, 81% പുതുച്ചേരിയിലെ ആകെ തന്നെയുള്ള പോളിംഗ്. ഇത്തവണയും അതിലേക്ക് എത്താൻ വേണ്ടി കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തായാലും 34% മാഹിയിലും 35% പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. ശരി, പുതുച്ചേരി മാഹിയിലെ വിവരങ്ങളാണ് അർജുൻ കല്യാട് സമഗ്ര വിവരം.